2024 ഒരു കിടു വർഷം തന്നെയായിരുന്നില്ലേ ഗെയ്സ്. അപ്പോൾ ഈ ഒരു 2024 എന്ന് പറയുന്ന വർഷം എന്ന് പറയുന്നത് മലയാള സിനിമയ്ക്ക്, പ്രത്യേകിച്ച് ഇന്ത്യൻ സിനിമയ്ക്ക് ഞാൻ വളരെ മികച്ചൊരു വർഷം തന്നെയായിരുന്നു എന്ന് പറയാം. മലയാള സിനിമ ഇന്ത്യൻ ലെവലിൽ അല്ലെങ്കിൽ ഒരു ഹോളിവുഡിലേക്കൊക്കെ ഒരു പാൻ വേൾഡ് ലെവൽ ബിസിനസ്സിലേക്ക് തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇറങ്ങിയിട്ടുള്ള മാർക്കോയൊക്കെ വളരെയധികം വിജയം നേടിക്കൊണ്ട് തന്നെ പോയിരിക്കുകയാണ്. ഒരു പാൻ ഇന്ത്യൻ റീച്ചിലേക്ക് തന്നെ പോയിരിക്കുകയാണ്. അപ്പോൾ 2024 എനിക്ക് ഏറ്റവും മികച്ച സിനിമകളല്ല, ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയ തിയേറ്റർ എക്സ്പീരിയൻസുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. 2024 ഞാൻ കുറേയധികം സിനിമകൾ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഭൂരിഭാഗം സിനിമകളും ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ എനിക്ക് ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് തന്ന 5 സിനിമകളെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. 5ാമത്തെ പൊസിഷനിലുള്ള സിനിമയാണ് അഞ്ചക്കള്ളക്കോക്കൻ. എൻ്റെ പൊന്നു, വാട്ട് എ കോഇൻസിഡൻസ്. കാരണം അഞ്ചക്കള്ളക്കോക്കൻ എന്ന സിനിമയുടെ പേരൊക്കെ ഒന്ന് 5ാമത്തെ പൊസിഷനിൽ തന്നെ വന്നല്ലേ. അപ്പോൾ ഈ ഒരു സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഇത് വളരെയധികം മികച്ചൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ സിനിമയിലത്തെ ആ ഒരു ഇൻ്റർവെല്ലിന് തൊട്ട് മുമ്പുള്ള ആ ഫൈറ്റൊക്കെ കിടുവായിരുന്നു. ഇത് ആ ഒരു തുമ്പി സോങ് ആൻഡ് BGM അങ്ങനെ എല്ലാം കിടുവായിരുന്നു ഈ സിനിമയുടെ എന്ന് പറയുന്നത്. ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി കണ്ടവരാരൊക്കെയാണെന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യുക. 4ാമത്തെ പൊസിഷനിലുള്ള സിനിമയാണ് ആടുജീവിതം അഥവാ ദി ഗോഡ് ലൈഫ്. ഈ പടത്തെ പറ്റി ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. ഈ ഒരു സിനിമ കണ്ടവരും അതൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. കാരണം അത്രയ്ക്ക് ഇമോഷണലായിട്ടും അതുപോലെ തന്നെ സർവൈവൽ ത്രില്ലർ എന്ന ഒരു ജോണറിനെ അടിപൊളിയായിട്ട് തന്നെ എക്സ്പ്ലോർ ചെയ്ത ഒരു സിനിമയാണ് ആടുജീവിതം എന്ന് തന്നെ പറയാം. മലയാള സിനിമ ഒരു ഇന്ത്യൻ ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് അറിയപ്പെട്ടു തുടങ്ങിയത് തന്നെ ഈ ഒരു സിനിമയിലൂടെ തന്നെയാണെന്ന് പറയാം. സെക്കൻഡ് ഹാഫിലത്തെ ചില സീനുകളൊക്കെ കാണുമ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. അത്രയ്ക്ക് മികച്ചതായിട്ട് ഇത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിടാം. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി കണ്ടവരാരൊക്കെയാണെന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യുക. 3ാമത്തെ പൊസിഷനിലുള്ള സിനിമയാണ് പ്രേമലു. ഈ ഒരു സിനിമ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടായിരിക്കില്ല. കാരണം കണ്ടവർക്ക് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ടീനേജേഴ്സിനൊക്കെ ഇഷ്ടപ്പെട്ടൊരു സിനിമ തന്നെയായിരിക്കും ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. ഒരു വളരെ മികച്ചൊരു റോംകോം സിനിമ തന്നെയായിരുന്നു ഈ ഒരു സിനിമ. ആൻഡ് ഈ ഒരു സിനിമയിലത്തെ ചില സീൻസിനൊക്കെ തിയേറ്റർ റെസ്പോൺസ് കിടുമായിരുന്നു. എൻ്റെ ആ ഒരു തിയേറ്ററിലുള്ള ആ ഒരു ചിരിയൊക്കെ അടിപൊളിയായിരുന്നു. ഒരു മികച്ചൊരു തിയേറ്റർ എക്സ്പീരിയൻസ് നൽകിയ സിനിമ തന്നെയായിരുന്നു പ്രേമലു. ഈ ഒരു സിനിമ ഇവിടെ ശ്രദ്ധിച്ചതിനെക്കാട്ടും കൂടുതൽ, അല്ലെങ്കിൽ മലയാളത്തിനെക്കാട്ടും കൂടുതൽ പുറത്ത്, അതായത് തമിഴിലും തെലുങ്കിലൊക്കെ ഫാൻസ് ഉണ്ടായി, അല്ലെങ്കിൽ അവിടെ കൂടുതൽ ശ്രദ്ധിച്ചിട്ട് അവിടെ എന്നിട്ട് ഡബ് ചെയ്തിറക്കുന്ന ഒരു സിറ്റുവേഷൻ വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഈ ഒരു സിനിമയുടെ റീച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല ഈ ഒരു സിനിമ വിജയിച്ചതിന് ശേഷം ഇതിൻ്റെ ഡയറക്ടർ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് കൂടി അനൗൺസ് ചെയ്തിരുന്നു. അതിന് നമ്മളെക്കാട്ടും കൂടുതൽ കാത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു തെലുങ്ക് അതുപോലെ പുറത്തുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും കാത്തിരിക്കുന്നത്. തെലുങ്ക് തമിഴ് ഓഡിയൻസൊക്കെ ആയിരിക്കും കാത്തിരിക്കുന്നതെന്ന്. കാരണം അവർക്കും കൂടി കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് വന്നിരുന്നത്. അപ്പോൾ ഈ ഒരു സിനിമ ആരൊക്കെ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടെന്ന് മറക്കാതെ കമൻറ്റ് ചെയ്യുക. 2ാമത്തെ പൊസിഷനിലുള്ള സിനിമയാണ് ലക്കി ഭാസ്കർ. ഈ ഒരു സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഞാനെന്താ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം അതൊരു തെലുങ്ക് സിനിമയാണെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കഥ എന്ന് പറയുന്നത് ഒരു മലയാള സിനിമയുടെ പോലെ തന്നെ ഒരു കഥയാണ്. പക്ഷെ എൻ്റെ എക്സിക്യൂഷൻ അതാണ് പൊളിയായിട്ടുള്ളത്. കാരണം ഒരു തെലുങ്ക് സിനിമ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുള്ളത് ഒരു 100 പേരിനെ അടിച്ചിടുന്ന സീനുകളൊക്കെ ആയിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സിനിമ എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലുള്ളത്. പക്ഷേ ഇതിൽ ദുൽഖറിൻ്റെ സിനിമയിൽ തെലുങ്ക് ആക്ടേഴ്സൊക്കെ വന്ന് അഭിനയിച്ച പോലെ അങ്ങനത്തെ ഒരു സിനിമയിലാണ് നമുക്ക് തോന്നുന്നത്. മലയാള സിനിമയിൽ തെലുങ്ക് ആക്ടേഴ്സൊക്കെ വന്ന് അഭിനയിച്ച പോലെയാണ് നമുക്ക് ഈ ഒരു സിനിമ ആദ്യം കാണുമ്പോൾ തോന്നുകയുള്ളൂ. ഈ ഒരു സിനിമ ആരൊക്കെ തിയേറ്ററിൽ പോയി കണ്ടു എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ചെയ്യുക. തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു മറക്കാതെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ സിനിമ ആരെങ്കിലുമൊക്കെ കാണാത്തുണ്ടെങ്കിൽ, ഒരു തെലുങ്ക് സിനിമ എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കാണുക. അടിപൊളി സിനിമ തന്നെയാണ്. ഫസ്റ്റ് പൊസിഷനുള്ള സിനിമ മറ്റൊന്നുമല്ല, കൽക്കി 2898 AD. ഈ ഒരു സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് 2024 ഏറ്റവും മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് നൽകിയ സിനിമയാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ഈ വീഡിയോയിൽ ഏറ്റവും ഫസ്റ്റ് പൊസിഷനിൽ തന്നെ ഈ ഒരു സിനിമ വന്നത്. ഈ ഒരു സിനിമ ഒരു പുറത്തൊക്കെ കാണുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യക്ക് പുറത്ത് കാണുന്ന ഹോളിവുഡ് മൂവീസ്, അല്ലെങ്കിൽ അതൊക്കെ ഇങ്ങനെ സൈഫൈ മൂവീസിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള മൂവിയാണ്. പക്ഷേ ഇതിൽ ആ മഹാഭാരത പാർട്ട് ആൻഡ് അശ്വത്ഥാമാവിൻ്റെ ആ ഒരു ക്യാരക്ടറിൻ്റെ എൻട്രി ആൻഡ് ഫൈറ്റ്, സെക്കൻഡ് ഹാഫൊക്കെ ഒന്നും പറയാനില്ല, കിടു. ഈ സിനിമ ഞാൻ 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ട് OTT വന്നിട്ട്. ഇത് TV യിൽ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ
OTTയിലൊക്കെ വന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ കിഡ് സിനിമയാണ്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണം. സ്ഥിരം തെലുങ്ക് പടമാണെന്നൊന്നും പറഞ്ഞ് മാറ്റിയൊക്കെയാണല്ലോ ഈ സിനിമ. അപ്പോൾ ഈ ഒരു സിനിമ ആരൊക്കെ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടെന്നും നിങ്ങളുടെ തിയേറ്റർ എക്സ്പീരിയൻസ് എന്തായിരുന്നെന്നും മറക്കാതെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് 2024 എനിക്ക് മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് നൽകിയ സിനിമകൾ. നിങ്ങൾ ഇതിലേതൊക്കെ മൂവീസ് പോയിട്ട് തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെന്നും അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ ഏതൊക്കെയാണ് 2024 നിങ്ങൾക്ക് തിയേറ്ററിൽ കണ്ട് ഇഷ്ടപ്പെട്ട സിനിമകൾ ഏതൊക്കെയാണെന്നും നിങ്ങളുടെ ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസുകളൊക്കെ മറക്കാതെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടുക്കാച്ചി വീഡിയോ ഇട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ. When we up, I'm on the clock. When we on top, everybody drop.